കെ.എസ്.ആർ.ടി.സിയിൽ ഓർഡിനറി ഫാസ്റ്റ് പാസഞ്ചർ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകാൻ സർക്കാർ ആലോചിക്കുന്നുവെന്ന് റിപ്പോർട്ട്. ഇക്കാര്യത്തെക്കുറിച്ചടക്കം ചർച്ച ചെയ്യാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഓർഡിനറി ഫാസ്റ്റ് പാസഞ്ചർ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചാൽ സർക്കാർ പ്രതിമാസം 60 കോടിയോളം രൂപ കെ.എസ്.ആർ.ടി.സിക്ക് നൽകേണ്ടി വരുമെന്നാണ് കരുതുന്നത്. പ്രതിദിനം 12 ലക്ഷത്തോളം സ്ത്രീകൾ കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ യാത്ര ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക്. ഇപ്പോൾ തന്നെ ശമ്പളം ഉൾപ്പെടെ നൽകാൻ സർക്കാർ സഹായം കെ.എസ്.ആർ.ടി.സിക്ക് നൽകുന്നുണ്ട്. സ്ഥാപനത്തിന് അധിക ബാധ്യത വരുത്താതെ എങ്ങനെ പദ്ധതി നടപ്പാക്കാമെന്ന ആലോചനയിലാണ് ബന്ധപ്പെട്ടവർ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കെ.എസ്.ആർ.ടി.സിക്ക് അധിക വരുമാനം കണ്ടെത്താനുള്ള ചില മാർഗങ്ങൾ നടപ്പാക്കിയിരുന്നു. ഇത്തരത്തിലുള്ള കൂടുതൽ മാർഗങ്ങൾ കണ്ടെത്തുകയോ നടപ്പാക്കുന്നവ കൂടുതൽ കാര്യക്ഷമമാക്കുകയോ ചെയ്ത് സൗജന്യ യാത്ര മൂലമുണ്ടാകുന്ന ബാധ്യത കുറയ്ക്കാനുള്ള വഴികളും ആലോചനയിലുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. എന്നാൽ ഇത് എത്രത്തോളം കാര്യക്ഷമമാകുമെന്ന് വ്യക്തമല്ല. ഇക്കാര്യത്തിലടക്കം കൂടുതൽ വ്യക്തത വരുത്താനാണ് തീരുമാനം നടപ്പാക്കുന്നത് അടുത്ത മാസത്തേക്ക് നീട്ടിയത് എന്നാണ് കരുതുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ് സൗജന്യ യാത്രാ പദ്ധതി അടുത്ത മാസം 15 മുതൽ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചത്. അതേസമയം സൗജന്യ യാത്ര നടപ്പാക്കുന്നതിനെതിരെ സ്വകാര്യ ബസ്സുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. പദ്ധതി നടപ്പാക്കിയാൽ സ്ത്രീകൾ യാത്രയ്ക്ക് പൂർണ്ണമായും കെ.എസ്.ആർ.ടി.സി ബസ്സുകളെ ആശ്രയിക്കുമെന്നും സ്വകാര്യ ബസ്സുകൾ സർവീസ് അവസാനിപ്പിക്കേണ്ടി വരുമെന്നുമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ചർച്ചയിലൂടെ സ്വകാര്യ ബസ്സുകാരുടെ ആശങ്ക പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. ഓട്ടോ ടാക്സി തൊഴിലാളികളും കടുത്ത ആശങ്കയിലാണ്. തങ്ങളുടെ ജീവിതമാർഗം ഇല്ലാതാകുമോ എന്നാണ് അവർ ആശങ്കപ്പെടുന്നത്. യാത്രക്കാരുടെ കുറവ് കൊണ്ട് ഇപ്പോഴേ കഷ്ടത്തിലായ സ്വകാര്യ ബസ് വ്യവസായത്തിന് കെ.എസ്.ആർ.ടി.സിയിൽ സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ച സൗജന്യ യാത്രാ പദ്ധതി വൻ തിരിച്ചടിയാകുമെന്നാണ് ആശങ്ക. 15 വർഷത്തിനിടെ 25,500 ബസ്സുകൾ സർവീസ് നിർത്തുകയും 35,000 പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്തതിന് പിന്നാലെയാണ് പുതിയ പ്രതിസന്ധി. യാത്രക്കാർ ഇനിയും കുറഞ്ഞാൽ സർവീസ് നിർത്തുകയല്ലാതെ വഴിയില്ലെന്ന് ബസ് ഉടമകൾ പറയുന്നു. നിലവിൽ സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാരിൽ പകുതിയിലധികം സ്ത്രീകളാണ്. സൗജന്യ യാത്ര നടപ്പാക്കുന്നതോടെ അവർ കെ.എസ്.ആർ.ടി.സിയിലേക്ക് മാറും. ഇതോടെ സ്വകാര്യ ബസ്സുകളുടെ വരുമാനം വീണ്ടും കുറയും. ഇപ്പോൾ തന്നെ പ്രതിദിന വരുമാനത്തിന്റെ 60% ഡീസലിനാണ് ഉപയോഗിക്കുന്നത്. വരുമാനം പകുതിയാൽ ഡീസൽ നിറയ്ക്കാൻ പോലുമുള്ള പണം ലഭിക്കില്ല. ഇന്ധനം നിറയ്ക്കാനും തൊഴിലാളികൾക്ക് വേതനം നൽകാനും പണമില്ലാതെ ബസ്സുകൾ നിർത്തിയിടേണ്ടി വരുമെന്നും ഉടമകൾ പറയുന്നു. 2010 34,000 സ്വകാര്യ ബസ്സുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്നത് 8,000-ൽ താഴെയായി ചുരുങ്ങിയെന്ന് ഉടമകൾ പറയുന്നു. ബസ്സിന് ദിവസവും 100 ലിറ്റർ ഡീസൽ വേണം. ലിറ്ററിന് 100 രൂപയോടടുത്തെത്തിയതോടെ പ്രതിദിനം 2,000 രൂപയിലേറെ അധിക ബാധ്യതയാണ് ഉണ്ടാകുന്നത്. പ്രതിസന്ധി മറികടക്കാൻ ബസ്സുകളിൽ 4 ജീവനക്കാരുണ്ടായിരുന്നത് 2-3 ചുരുക്കി. കിളിമാരുടെ തസ്തിക ഭൂരിഭാഗം ബസ്സുകളിലും ഇല്ലാതായി. വരുമാന നഷ്ടം കാരണം ഭൂരിഭാഗം ദീർഘദൂര ബസ്സുകളും ഞായറാഴ്ചകളിൽ സർവീസ് നടത്തുന്നുമില്ല. ഹ്രസ്വദൂര ബസ്സുകളാകട്ടെ ഇന്ധന ചെലവിനുള്ള പണം പോലും കിട്ടാതെ പാതിവഴിയിൽ ഓട്ടം അവസാനിപ്പിക്കുകയാണ്. കൂടാതെ കഴിഞ്ഞ ദിവസം കെ.എസ്.ആർ.ടി.സി ബസ്സിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര വൈകുന്നതിനെതിരെ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും നടത്തിയിരുന്നു. വി.ഡി. സർക്കാർ അധികാരമേൽക്കുന്നതിന് മുമ്പേ പ്രതിഷേധം നടത്തിയതിൽ ബി.ജെ.പിയിൽ കലഹവും നടക്കുന്നുണ്ട്. ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് വനിതാ കണ്ടക്ടർ ടിക്കറ്റ് നൽകിയെങ്കിലും പണം നൽകാതെ 22 പ്രവർത്തകർ പ്രതിഷേധ യാത്ര തുടർന്നു. ഒടുവിൽ പോലീസ് ഇടപെടലിനെ തുടർന്ന് PMG ജംഗ്ഷനിൽ യാത്ര അവസാനിപ്പിച്ചു. 22 പേരുടെ ടിക്കറ്റുകളുടെ തുകയായ 840 രൂപ കണ്ടക്ടർ സ്വന്തം കയ്യിൽ നിന്ന് അടച്ചെന്ന് കെ.എസ്.ആർ.ടി.സി അധികൃതർ അറിയിച്ചു. തമ്പാനൂർ കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിലേക്ക് പ്രകടനമായെത്തിയ പ്രവർത്തകരാണ് പ്ലക്കാർഡുകളും ബാനറുകളുമായി ആറ്റിങ്ങലിലേക്കുള്ള ബസ്സിൽ കയറിയത്. ടിക്കറ്റ് നൽകാതെ ബസ്സിനുള്ളിൽ യാത്ര അനുവദിച്ചാൽ തനിക്കെതിരെ വകുപ്പ് തല നടപടിയുണ്ടാകുമെന്നും അതിനാലാണ് 22 പേർക്കും ആറ്റിങ്ങലിലേക്കുള്ള ടിക്കറ്റ് നൽകിയതെന്നും കണ്ടക്ടർ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനെതിരെ ബി.ജെ.പിയിൽ തന്നെ രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. അധികാരമേൽക്കാത്ത സർക്കാരിനെതിരെ സമരം നടത്തിയതിനെതിരെയാണ് രൂക്ഷ വിമർശനം ഇപ്പോൾ ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.